നഗരങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നഗരവാസികളുടെ ജീവിതവും. നഗരങ്ങളിൽ വീട് നിർമ്മിക്കുമ്പോൾ ഒരു ആർക്കിടെക്റ്റ് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ലാമിറ്റ് സ്മാർട്ട് ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലുള്ള ശ്രീ അഭിലാഷ് മനോഹറിൻ്റെ അശ്വതി എന്ന വീട്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വീടിന്. സ്ഥലപരിമിതിയാണ് സിറ്റിയിൽ വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളി. നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ 5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ സേജ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്റ്റിലെ ശ്രീ PN മോഹനാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെമി കൊളോണിയൽ പാറ്റേണിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇതിൻ്റെ 90% വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കേരള കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്ലോപ്പ് റൂഫിങ്ങും ഫ്ലാറ്റ് റൂഫിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ എലിവേഷനിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡ് ബാൽക്കണിയാണ്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഒരു ഓപ്പൺ ബാൽക്കണി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഗാലറിയാണ്. ഈ ഇൻസൈഡ് ബാൽക്കണിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ബെഡ്റൂമിനുള്ളിൽ ഇരിക്കുമ്പോൾ പുറം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാർ പോർഷൻ്റെ നേരെ മുകളിലായിട്ടാണ് ഇവിടെ ഓപ്പൺ ടെറസും കൊടുത്തിരിക്കുന്നത്. എലിവേഷനിൽ എടുത്തു കാണുന്ന മറ്റൊരു ഫീച്ചറാണ് ജാലി വർക്ക്. ഇത് ഹോട്ട് എയറിനെ തങ്ങി നിൽക്കാതെ സർക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ വീടിൻ്റെ എലിവേഷന് വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന റൂഫുകൾ, ലിവിങ് റൂമിൻ്റെ മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അടുത്ത അപ്പർ ലിവിങ്, അതിൻ്റെ പുറകുവശത്ത് താഴത്തുള്ള ബെഡ്റൂമിൻ്റെ മുകളിൽ ബെഡ്റൂം എന്നിവയുടെ ആ റൂമുകളുടെ തന്നെ ഉള്ള റൂഫുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഒരു സെമി യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ചൊരു ഹൈലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി മീൻസ് അത് ഇൻസൈഡ് ബെഡ്റൂമിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു ബാൽക്കണിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് ആ റൂമിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഈ ഏരിയ മൊത്തത്തിൽ അതിനകത്തിരുന്ന് കാണാൻ കഴിയുന്നതാണ്. കാർ പോർച്ചിൻ്റെ മുകളിലുള്ള ഓപ്പൺ ബാൽക്കണിയും ഡൈനിങ് റൂമിൻ്റെ മുകളിലുള്ള അപ്പർ ലിവിങ്ങും ചേർന്നിട്ടുള്ള സെൻട്രൽ പോർഷൻ്റെ എലിവേഷനിൽ വന്നിട്ടുണ്ട്. അതിന് ഡൈനിങ് റൂമിൻ്റെ മുകളിലുള്ള അപ്പർ ലിവിങ്ങിനകത്ത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക തരത്തിലുള്ള വെന്റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊതുകൊന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള പെർമനൻറ്റ് എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട്. അത് പക്ഷേ എലിവേഷനിൽ പ്രയോജനകരമാണ് തന്നെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. സിറ്റ് ഔട്ടിലേക്ക് നോക്കുമ്പോൾ കാർ പോർഷനോട് അറ്റാച്ച് ചെയ്ത് ഒരു മിനിമൽ സ്പേസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ഡോറാണ്. ഈ ഫ്രണ്ട് ഡോറിൽ ഒരു 4 ഫീറ്റ് ക്ലിയർ ഓപ്പൺ പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇതിന് അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ഇതിന് ആർച്ച് ഷേപ്പിൽ വുഡിൻ്റെയും ഗ്ലാസിൻ്റെയും കോമ്പിനേഷനിൽ ഫ്രെയിം വർക്കും ചെയ്തിട്ടുണ്ട്. ഈ വീട് 5 സെൻറ്റ് ഉള്ളൊരു സ്ഥലത്ത് പണിതിരിക്കുന്ന വീടാണ്. 5 സെൻറ്റ് എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞിട്ട് നീളം കൂടിയ തരത്തിലുള്ളൊരു ലെങ്തി ആയിട്ടുള്ള പ്ലോട്ടാണ്. അത്തരം പ്ലോട്ടിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഈ വീടിനെ സംബന്ധിച്ച് ഏകദേശം 4 ബെഡ്റൂം, ഡൈനിങ്, ലിവിങ്, കിച്ചൺ, അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന വലതുവശത്ത് കാണുന്നത് ലിവിങ് റൂമും ഇടതുവശത്ത് ഡൈനിങ് റൂമുമാണ്. അപ്പോൾ അങ്ങനെ ഡൈനിങ് റൂമും ലിവിങ് റൂമും 2 സൈഡിൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ അതിൻ്റെ മെയിൻ ഡോർ എൻട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് റൂമിലും ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നില്ല, ലിവിങ് റൂമിലും പ്രവേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റൂമിന് രണ്ടിനുമുള്ള പ്രൈവസിയും യൂട്ടിലിറ്റിയും നിലനിർത്താൻ കഴിയും. അടുത്തത് നമ്മൾ ഈ എൻട്രൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, സിറ്റ് ഔട്ടിൻ്റെ ഒരു ചെറിയ പോർഷനും ലിവിങ് റൂമിൻ്റെ ഒരു കോർണറും ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ലെങ്ത് സ്പേസ് ഉണ്ടാക്കി. ഏകദേശം 2 മീറ്റർ വീതിയുണ്ട് ഫ്രണ്ട് ഡോർ.
ഇൻക്ലൂഡിങ് അതിൻ്റെ വിൻഡോ അടക്കം. അപ്പോൾ അത്രയുള്ളൊരു വിൻഡോ ഒരു ഡോറ് വെക്കാനുള്ള സ്പേസ് ആക്ച്വലി ഈ 2 വാളിലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളൊരു ഫ്രണ്ട് ഡോർ ഇത്ര വലിപ്പമുള്ള ഒരു ഫ്രണ്ട് ഡോർ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അത്രയുള്ളൊരു ഫ്രണ്ട് ഡോർ കൊടുത്തപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്പണിംഗ് കിട്ടും. 2 ഡോറായിട്ടാണ് ഡിസൈൻ കൊടുത്തത്. നമുക്ക് 2 വശത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് 2 ഓപ്പണിംഗ് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് ഒരു പീസ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എല്ലാ സമയത്തും അതിനെ നമുക്ക് ഫർണിച്ചറൊക്കെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിയുന്നതായിരിക്കും ചെയ്യും. ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ കയറി വരുന്നത് ഫോയർ സ്പേസിലേക്കാണ്. ഇതൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സ്പേസ് ആണ്. ലിവിംഗ് റൂമിൻ്റെ കുറച്ച് ഭാഗവും സിറ്റ് ഔട്ടിൻ്റെ കുറച്ച് ഭാഗവും കട്ട് ചെയ്താണ് ഈ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 വശത്തായി ലിവിംഗ് റൂമും ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിംഗ് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. പ്രൈവസി കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിരയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ ഈ ലിവിംഗ് റൂം നമുക്ക് ബെഡ്റൂം സ്പേസ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഈ ഏരിയയിലാണ് TV സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് വാളിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിവുഡ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ L ഷേപ്ഡ് സോഫ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ജൂട്ടാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ടേബിൾ സ്പേസും കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് നോക്കുമ്പോൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഫോൾ സീലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴത്തെ നിലയിലെ കിച്ചണും ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലേക്കുമുള്ള എൻട്രി സ്പേസ് ഈ റൂമിൽ നിന്നാണ്. ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 6 സീറ്റഡ് ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡ് ബേസിൽ ഗ്ലാസ് ടോപ്പുള്ള ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് തന്നെ ചേർന്ന് ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റും അതുപോലെ തന്നെ ക്രോക്കറി വെക്കാനുള്ളൊരു ഷെൽഫ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഷെൽഫിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. വീടിനുള്ളിലെ പാസേജിൻ്റെ നീളം കുറയ്ക്കാനായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഈ പ്രധാനപ്പെട്ട ഈ എൻട്രൻസ്, മെയിൻ ഡോർ എൻട്രൻസ് നമ്മൾ ആ ലൊക്കേഷൻ, അപ്പോൾ ആ ഡോറ് കയറി വരുന്നത് ഒരു ഫോയറിലേക്കാണ്. ഒരു ഫോയർ ഡിസൈൻ ചെയ്തു എന്നല്ല അതിൻ്റെ അടുത്ത്. ഒരു ഫോയർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ തോന്നാം അത്രയും സ്പേസ് അങ്ങനെ പോയില്ലെന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല. അത് സിറ്റ് ഔട്ടിൽ നിന്നൊരു ചെറിയ പോർഷൻ, ലിവിംഗ് റൂമിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ, ഡൈനിങ് റൂമിൻ്റെ ചെറിയൊരു പോർഷനും ചേർത്ത് ഒരു പുതിയൊരു പോർഷൻ ഫോയർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഉള്ളിലൂടെ വരുന്നതുകൊണ്ട് നമുക്ക് വളരെ ദൂരം കുറച്ച് ഇതിനകത്തേക്ക് എത്താൻ പറ്റും. മാത്രമല്ല ലിവിംഗ് റൂമിന് സെപ്പറേറ്റ് ഡോറാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ലിവിംഗ് റൂമിന് നമുക്ക് ഒരു ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് പോലെയോ ഉപയോഗിക്കാനായിട്ട് കഴിയും.
അടുക്കളയിലെ പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ പ്ലാറ്റ്ഫോംസിലേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമുക്ക് ഫുഡ് പ്രിപ്പറേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ ഒരു 3/4 വരുന്ന വാൾ ടൈൽസും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ കർവ് ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകാനുള്ള പാസേജ് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഹാൻഡ് റെയിൽസിന് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ചവിട്ടുപടികളിലേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കർവ് ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മിററും അതുപോലെ തന്നെ വാൾപേപ്പർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാൾ ടൈൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ ഏരിയയിൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ വീടിൻ്റെ യൂട്ടിലിറ്റിയെ സംബന്ധിച്ചാണ്. ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഇത് ഇപ്പോൾ 5 സെൻറ്റിലുള്ള ചെറിയ പ്ലോട്ടിലായതുകൊണ്ട് മാക്സിമം യൂട്ടിലിറ്റി ഓരോ റൂമിനും കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഡിസൈൻ ചെയ്യുമ്പോൾ യൂട്ടിലിറ്റിക്ക് ശൈല്യമായിട്ടൊരു യൂട്ടിലിറ്റി കിട്ടാത്ത തരത്തിൽ വില്ലനായിട്ട് വരുന്നത് പാസേജാണ്. അപ്പോൾ ഒരു ഹാളായിട്ടുള്ള വീടിനൊക്കെ നമുക്ക് കാണാം ഒരറ്റത്തുനിന്ന് അറ്റം വരെ പോകാനായിട്ടും അല്ലെങ്കിൽ അത്രയും ദൂരം പാസ് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി നഷ്ടപ്പെടുന്നു, അതോടൊപ്പം പ്രൈവസി പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ ഏരിയയിൽ പറയുമ്പോൾ നമുക്ക് ഡൈനിങ് റൂമൊക്കെ ഒരു 6-7 ചെയറിട്ടൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ക്രോസ് പാസിങ് വരരുത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് കണ്ടെത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൂമുകളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിക്കുക. ലിവിങ് റൂം എവിടെ വേണം, ഡൈനിങ് റൂം എവിടെയായിരിക്കണം, സ്റ്റെയർ കേസ് എതിരെ കടന്നു പോകണം. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ഈ യൂട്ടിലിറ്റി പാസേജും വരുന്നത്. അപ്പോൾ പാസേജ് നമ്മൾ അങ്ങനെ പാസേജ് വരാത്ത തരത്തിൽ ഈ സ്റ്റെയർ കേസ് നമ്മൾ ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് റൂമിൻ്റെയും ലിവിങ് റൂമിൻ്റെയും സെൻട്രൽ പോർഷനിലാണ്. അപ്പോൾ ആ സ്റ്റെയർ കേസ് സെൻട്രൽ പോർഷനിലാണ് എന്ന് മാത്രമല്ല, ആ സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റെയർ കേസ് നമ്മളൊരു സൈഡിൽ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ വന്നിട്ട് കർവായിട്ട് കടന്നു പോകാം. അപ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ മൂവിങ് കിട്ടും. കാരണം ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ നേരത്ത് നമുക്ക് സാധാരണ ഒരു സ്റ്റെയർ കേസ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റെയർ കേസ് കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ആ യൂട്ടിലിറ്റിനെ ബാധിക്കും, പ്രൈവസിനെ ബാധിക്കും. പക്ഷേ വളരെ ഒരു കർവായിട്ട് കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി സ്പേസ് അത്രയും നമുക്ക് ലാഭിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ചെറിയ പോർഷൻ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനും കഴിയും. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസ് കയറി നമ്മൾ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ വാൾസിൽ കൊടുത്തിരിക്കുന്ന ജാലി വർക്കാണ്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോട്ട് എയർ തങ്ങി നിൽക്കാതെ ഇവിടുത്തെ എയറിനെ സർക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ആക്സസ് പോയിന്റ് ഈ ലിവിംഗ് ഏരിയയിൽ നിന്നാണ്.
ബെഡ്റൂംസിൻ്റെ കാഴ്ചകൾ കാണാം. മറ്റ് ബെഡ്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എലിവേഷനിൽ നമ്മൾ കണ്ട ഇൻസൈഡ് ബാൽക്കണി വരുന്നത് ഈ ബെഡ്റൂമിലാണ്. ഇവിടെ ഇത് കർവ്ഡ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്ഡ് സീലിംഗ് ആണ്. എലിവേഷനിൽ നമ്മൾ കാണുന്ന സ്ലോപ്ഡ് റൂഫിൻ്റെ ഉൾഭാഗമാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. ഈ നിലയിൽ ഇനി 2 റൂമുകളൂടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. സ്ഥലപരിമിതിക്കകത്ത് നിന്ന് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഡിസൈനർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റൂമുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഡിസൈൻ ചെയ്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീടിൻ്റെ വിശേഷമായി നമുക്ക് ഇനിയും കാണാം. ബൈ.